അല്ല, ഈ മതേതരത്വം വളരെ സെലക്റ്റീവായിട്ടല്ലേ? അത് സെലക്റ്റീവാണ്. അതായത് ഭാരതം സ്വതന്ത്രമായപ്പോൾ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കപ്പെട്ടു. അതായത് വിഭജനം കൂടിയാണ് സ്വാതന്ത്ര്യം. ആ സമയത്ത് സെൻസുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു, ഇനിയൊരു വിവേചനം ഭാരതത്തിൽ പാടില്ല. മുസ്ലിമിനെ രണ്ടാം തരം പൗരനാക്കാൻ എന്നല്ല പറഞ്ഞത്, ഹിന്ദുവും മുസ്ലിമും ഒറ്റ അവകാശത്തിൻ്റെ കീഴിൽ വരണം. മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ച് ആഗ്രഹിക്കാതെ 1,64,00,000 ഹിന്ദുക്കൾ എവിടെ ആയിപ്പോയിട്ടുണ്ട്? അന്ന് പാകിസ്ഥാനിലായിപ്പോയിട്ടുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ള ആളുകൾ പലായനം ചെയ്തു. ഈ ദുരന്ത അനുഭവങ്ങൾ മൊത്തം ഉണ്ടായ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം 3-ാമത്തെ വർഷം ഒരു ഭരണഘടന വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ തലയിൽ സെൻസുള്ള നേതാക്കന്മാർ മൊത്തം പറഞ്ഞു, ഈ രാജ്യത്തിൽ ക്ലാസ് മുറിയിൽ മതം ചോദിക്കരുത്, മതത്തിൻ്റെ പേരിൽ ഒരവകാശവും ആനുകൂല്യം കൊടുക്കരുത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില സംഭരണങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ മതത്തിൻ്റെ പേരിൽ വിഭജനം പാടില്ല. പക്ഷേ നെഹ്റുവും ആ കുടുംബവും നമ്മളോട് ആ ദ്രോഹം ഇന്നും ചെയ്തുകൊണ്ടിരിക്കും.